ഇറ്റ്സ് മീ നൗഫിയ. ഇപ്പം 2 വീക്സിൽ കൂടുതലായി ഞാൻ വീക്ക്ലി 2 വീഡിയോസെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ മീൻസ് ചെറിയ വീഡിയോ മീൻസ് ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ട്. പുറത്തോട്ട് മീൻസ് ഇവിടെ അടുത്ത് വർക്കല, മൈ ഹോം ടൗൺ, ഇവിടെ തന്നെ പോകുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഡ്രസ്സ് ഓൾട്രേഷൻ ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു, വലുതായിട്ടൊന്നുമില്ല, അത്യാവശ്യം മരുന്നൊക്കെ ചെയ്തു. അപ്പം ഇനിയും ദെൻ ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, അതൊക്കെ തന്നെ. പിന്നെ ലിപ്സ്റ്റിക് മസ്റ്റാണ്. ലിപ്സ്റ്റിക് ഇല്ലാതെ നമുക്ക് പുറത്തുപോകാൻ പറ്റത്തില്ല. ലിപ്സ്റ്റിക് ആൻഡ് ഐബ്രോസ് ആണ്. എൻ്റെ അടുത്ത് മേക്കപ്പിൽ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത 2 സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 2 പ്രോഡക്റ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫസ്റ്റ് വൺ ഈസ് ലിപ്സ്റ്റിക് ആൻഡ് ദെൻ ഐബ്രോസ്. സത്യം ഇത് 2 മതി. ഇത് 2 ഇടുമ്പോൾ തന്നെ നമ്മുടെ ഒരു എൻ്റെ ലുക്ക് തന്നെ മാറും. ഞാൻ പുതിയൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ ഷോർട്സ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു, ബട്ട് ചെയ്തില്ല. ഇതാണ് ആ ലിപ്സ്റ്റിക്ക്, മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് നമ്മൾ കണ്ണ് ഇപ്പം ഐലൈനർ അല്ലെങ്കിൽ കാജലൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു മസ്കാര മാത്രം യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലത്. ഐസ് നല്ല ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പം മസ്കാര മാത്രം യൂസ് ചെയ്താലും മതി. എൻ്റെ ഒരു കസിൻ്റെ മാരേജ് വരുന്നുണ്ട്. അപ്പം അതിനായിട്ടാണ് മെയിനായിട്ടും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെറിയ ഓൾട്രേഷൻ, ചെറിയ ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതിനായിട്ടൊക്കെ കൂടെയാണ് പോകുന്നത്. അപ്പം അതെല്ലാം ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ എന്ത് കണ്ടൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നാൽ കണ്ടൻറ്റൊന്നും കിട്ടില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ബ്ലഷ് ഇടണം? വേണ്ട, ബ്ലഷ് ഒന്നും വേണ്ട, ഇത് മതി. പോകാനായിട്ട് ഞാൻ റെഡി ആവുന്നതിന് മുന്നേ തന്നെ അതിന് റെഡിയാക്കി കഴിഞ്ഞു. അതിന് റെഡിയായിട്ട് ഇവിടെ ടാബൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇത് കാണുന്ന ആർക്കെങ്കിലും ഈ ഡ്രസ്സ് കാണും. കാരണം സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സ് നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ ട്രോൾ കാണുമല്ലോ, അതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സ് പുറത്തിറങ്ങി ആർക്കെങ്കിലും കാണും. അല്ല, കുറച്ച് നാളായി. ഐ തിങ്ക് മോർ ദാൻ 1 ഇയർ, അറൗണ്ട് 1 ഇയർ ആയി കാണും വാങ്ങിയിട്ട്. ഫസ്റ്റ് തന്നെ ഈ BSNLൻ്റെ കസ്റ്റമർ സർവീസ് സെൻറ്ററിലോട്ടാണ് വന്നത്. അവിടെ വന്നപ്പോൾ ആക്ച്വലി അവിടെ ഇപ്പോഴും വർക്കിംഗ് ആണോ എന്നുള്ള ഡൗട്ടായിരുന്നു. കാരണം ആ ബിൽഡിംഗ് ഒക്കെ അത്രയും പഴയതായി, അവിടുത്തെ ആ ബോർഡ് എല്ലാവർക്കും മാഞ്ഞ് പെയിൻ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അവിടെ ബൈക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഓക്കെ അകത്ത് ആൾ കാണും എന്നുള്ള രീതിയിൽ പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഒന്ന് കാറി കയറിയിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നിട്ട് അതിൻ്റെ അടുത്ത് പൂവൊക്കെ കാണിക്കാനായിട്ട് പറയായിരുന്നു. അങ്ങനെ അതിന് പൂ കാണിക്കുകയോ, വീട്ടിൽ തന്നെ പിടിച്ച പൂവാണ്. ഈ മുല്ലപ്പൂവിൻ്റെ ഫ്രഷ് സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയി. ഞാനൊരു സ്ട്രീക്സിൻ്റെ ഹെയർ സെറം വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പമ്പ് വർക്കാവുന്നില്ല. അങ്ങനെ അതുകൊണ്ട് മാറ്റി കൊടുത്ത് വേറെ വാങ്ങണം. ഞാനങ്ങനെ അത് റിട്ടേൺ ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പം അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കടയിൽ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 പേരെ കണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത കസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കസിൻ. ഇതാവുള്ള അനിയത്തിയാണ്. പേര് പറ. ഡോക്ടറാണ്, ഡോക്ടർ. ഇത് ഫ്യൂച്ചർ ഡോക്ടർ. അവിടെ നിന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. എനിക്ക് സേഫ്റ്റി പിന്നും ഹെയർ ക്ലിപ്പും മാത്രമേ വാങ്ങാനുള്ളൂ. ഇവിടെ കാറിൽ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഉമ്മ ഇവിടെ ഒരു ഗ്യാസ് ഏജൻസിയിൽ ഇറങ്ങി. അങ്ങനെ ഞാനും അതിനും കാറിലിരിക്കുകയാണ്. അതിന് ചിരിക്കൂല. ഓക്കെ. പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വർക്കല ട്രെൻഡ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ചിമ്മിനി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ പോസ്റ്റിൻ്റെ കാർ. പിന്നെ കാറിലിരുന്ന് പുറത്തെ വെയിൽ കണ്ട് ക്ഷീണിച്ചത് കാരണം ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീം വാങ്ങാമെന്ന്. അങ്ങനെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ, നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഐസ് ബേ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ് ബേ പോയി. അവിടെ നിന്ന് എനിക്കും ഉമ്മയും ഉണ്ടായിരുന്നു കൂടെ. എനിക്കും ഉമ്മാക്കും അതിനായിട്ട് വാങ്ങി. ഒരു ബ്ലൂബെറി, ഒരു സ്ട്രോബെറി, പിന്നെ 1 ഫിഗ് ആയിരുന്നു.
പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് കറക്റ്റ് നമ്മുടെ വർക്കല മൈതാനം എന്ന് പറയും. അങ്ങനെ ഞാൻ ഇതിനിടയ്ക്ക് ഡ്രസ്സ് ഓൾട്രേഷൻ ചെയ്യാനും ഷോൾ എനിക്ക് ഡിസൈൻ ചെയ്യാനും ഉണ്ടായിരുന്നു. അതിനൊക്കെ കൊടുത്തായിരുന്നു. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തി. നല്ല വെയിൽ. ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു കാണിച്ചത് എന്താണോ. അപ്പം ഇതിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്താ വാങ്ങിയെന്ന് കാണിക്കാം. അല്ലെങ്കിൽ മൊത്തം ഞാൻ എന്താ ഓർഡർ ചെയ്താലും വീട്ടിലില്ലാത്തപ്പോഴേക്കും കൊണ്ടുവരാം. ദിസ് ഈസ് വാട്ട് ഐ ബോട്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് കൺസീലറാണ്. ഇത് നല്ല സൂപ്പർ, അത്യാവശ്യം നല്ല വൈറൽ, നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ അതുമല്ല പ്രൈസ് ആണെങ്കിൽ പോലും നല്ല അഫോർഡബിൾ ആണ്. കറക്റ്റ് എനിക്ക് എത്രയും ഓർമ്മയില്ല, പക്ഷേ ബിലോ 200 ആയിരുന്നു. എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല. ഇതിൽ 249 ആണ് ഇതിൽ MRP കിടക്കുന്നത്, പക്ഷേ 249 ഒന്നും ആയില്ല. അപ്പം നല്ല കൺസീലർ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ടറിയാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കൺസീലർ വാങ്ങുന്നത്. കൺസീലറിന് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു 04 ഒരു മീഡിയം ബീജ് എന്നാണ് ഷെയ്ഡ് നെയിം. പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. പ്രൊഡക്റ്റ് ഇത്രയും ചെറിയ പ്രൊഡക്റ്റിന് എന്തിനാണ് അത്രയും വലിയ കവർ എന്ന് മനസ്സിലാവുന്നില്ല. കുറേ പ്രൊഡക്റ്റ് ഇത്രയാണോ, ബട്ട് അതിൻ്റെ പാക്കേജിങ് വലുതായിരിക്കും. ഇതാണ് പ്രൊഡക്റ്റ്. എനിക്ക് ഷെയ്ഡൊന്നും കറക്റ്റ് ആവുമെന്നൊന്നും അറിയത്തില്ല. കണ്ടിട്ട് കുറച്ച് ലൈറ്റർ ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. സോ ദിസ് ഈസ് ദ തിങ്. ഇത് പുറത്തുനിന്ന് കണ്ടിട്ട് ലൈറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നു, ബട്ട് അല്ലാതെ വലിയ കുഴപ്പമില്ല. കറക്റ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. യൂസ് ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പോയിട്ട് വന്നു. പിന്നെ ഒന്ന് ഫ്രഷ് ആണ്, ക്ലീൻ ആണ്. ഞാൻ ഫേസിൽ മുമ്പ് മേക്കപ്പ് റിമൂവർ വൈപ്സ് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ എന്തോ ഞാനൊരു വീഡിയോയിൽ കണ്ടു, ഇങ്ങനെ മേക്കപ്പ് റിമൂവർ വൈപ്സ് അങ്ങനെയുള്ള ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിൽ ജെൻറ്റിലല്ല, കുറച്ച് ഹാർഷാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ. അങ്ങനെ പിന്നെ ഞാൻ അതിനുശേഷം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താണ് ഫേസ് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ മേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഫേസിൽ അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിലും അത് യൂസ് ചെയ്ത് ഫുള്ള് മസാജ് ചെയ്ത് ഒന്ന് എന്തെങ്കിലും ഒരു ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ വെച്ച് അത് ഫേസ് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുന്നത്. അപ്പം നല്ലോണം നന്നായിട്ട് ഫേസ് നന്നായിട്ട് ഫ്രഷായി നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അത് ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതിൽ നിന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.